ബുറാഖ് ഓസ്ജിമർ. ഈയൊരു പേര് പലർക്കും പരിചിതമല്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരി, ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരി ഈ ലോകത്തെ തന്നെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. ടർക്കിയിലെ യായ്ലഡാഗ് എന്ന പ്രൊവിൻസിൽ ജനിച്ച ഇദ്ദേഹത്തിന് 26 വയസ്സാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഇന്ന് ദുബായിലൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ബുർജ് ഖലീഫ വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ വെൽക്കം ചെയ്തു. അദ്ദേഹം ആ കരഞ്ഞു പോകുന്ന ഒരു സീൻ ഏതൊരു ഭക്ഷണപ്രേമിയെയും കരളറിയിക്കും. കുട്ടികളോടും പാവപ്പെട്ടവരോടും ഡിസേബിൾഡുമായിട്ടുള്ള ആൾക്കാരോടുള്ള അമിതമായ സ്നേഹം ടർക്കിയിലെ അദ്ദേഹത്തെ ഒരുപാട് പ്രശസ്തനാക്കി. ജെസീനി ബുറാഖ് അല്ലെങ്കിൽ CZN ബുറാഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും അദ്ദേഹത്തെ സ്മൈലിംഗ് ഷെഫ് എന്നാണ് ഈ ലോകം വിളിക്കുന്നത്. എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ദുബായിലെ രാജകുമാരൻ പോലും അവിടെ ഭക്ഷണം കഴിക്കാൻ ആദ്യ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ദുബായ് ഡൗൺ ടൗണിൽ ബുർജ് ഖലീഫയുടെ തൊട്ടടുത്തായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊലുവാർഡ് പോയിന്റിലാണ് ഇദ്ദേഹത്തിൻ്റെ CZN ബുറാഖ് എന്ന് പറയുന്നൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എല്ലാ ഭക്ഷണപ്രേമിയും പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനും. അങ്ങനെയുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ടാണ് ദുബായിൽ ആദ്യമായിട്ട് ഇദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യ ദിവസം തന്നെ പോയി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അങ്ങോട്ട് കയറി ചെന്നത്. എന്തായാലും വീഡിയോ എടുക്കേണ്ട ചെറിയൊരു ഡിലേ മൂലം ആദ്യത്തെ ആളായിട്ട് എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല. എന്നിരുന്നാലും 4മതോ 5മതായിട്ടാണ് ആദ്യമായിട്ടൊരു മലയാളി അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരനായിട്ട് ഈ ഒരു ഷോപ്പിൽ കയറാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. ഡിസംബർ 25, 2020 ഉച്ചയ്ക്ക് 12 മണിക്ക് ക്രിസ്മസ് ദിനത്തിൻ്റെ അന്നാണ് ഈ ഒരു ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ പേരും ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും ഒക്കെ അവർ ആ ഒരു ഐപാഡിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് മുഴുവൻ ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലായിരുന്നു. അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയിലാണെങ്കിലും ബുറാഖ് അവിടെ നിൽക്കുന്നുണ്ടോ, ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ത്രില്ലിലായിരുന്നു ഞാൻ. ഉള്ളിൽ ഏകദേശം, അതായത് ഉള്ളിലും പുറമേയും ഏകദേശം 650 മുതൽ 700 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഡൈനിങ് സ്പേസ് തന്നെയാണ്. അതായത് നിങ്ങൾ ആലോചിക്കുക, സെയിം ടൈം തന്നെ 650 മുതൽ 700 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര വലിയൊരു ഡൈനിങ് ഏരിയ. ശരിക്കും ലക്ഷൂറിയസ് ആയിട്ടുള്ള ആംബിയൻസ്. നിങ്ങൾ ആലോചിക്കുക, അത് ഡൗൺ ടൗണിലാണ് എന്നുള്ളത്. ഇരുന്ന് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതാ നമ്മുടെ മുന്നിൽ ആ ഒരു ആളെത്തിയിരിക്കുകയാണ്. എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്ര നാളും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിവിയിലും കണ്ട ആ ഒരു സ്മൈലിംഗ് ഷെഫ് ഒരു കയ്യകലം ദൂരത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹം കുട്ടികളെയാണ് ആദ്യം ഫോട്ടോ എടുക്കാൻ വിളിച്ചത്. എന്തായാലും അവരുടെ പേരൻസിനെയും വരൂ ഫോട്ടോ എടുക്കുമെന്ന് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു. എന്തായാലും എനിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ 1 മിനിറ്റോളം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇന്ത്യക്കാരനാണെന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അബുദാബിയിൽ നിന്നാണെന്നും ഫുഡ് വ്ളോഗറാണെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഒരുപാട് സന്തോഷം തോന്നി. മാഷാ അല്ലാ എന്നും പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷമായി. അതിലുപരി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു നിമിഷം. എന്തായാലും അവിടെയുള്ളൊരു ഓപ്പൺ കിച്ചണാണ്. പിന്നെ പേരറിയാത്ത ഒരുപാട് ഭക്ഷണങ്ങളും സാലഡും സ്റ്റാർട്ടേഴ്സും ബ്രെഡ്സും സ്വീറ്റ്സും കുനാഫയും അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ ഉണ്ട്. ഈ ഒരു സ്വീറ്റ്സ് ഒക്കെ കണ്ടപ്പോണ്ടല്ലോ എന്ത് ഞാൻ ഓർഡർ ചെയ്യും, എന്ത് ഞാൻ കഴിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു മൊത്തത്തിൽ. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥ. കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം നേരെ ടേബിളിൽ വന്നിരുന്നു. അവർ വന്നപ്പോൾ തന്നെ അവർ നമുക്ക് മെനു കൊണ്ട് തരാണ് ചെയ്തത്. പേര് കണ്ടിട്ടും സെലക്ഷൻ കണ്ടിട്ടും എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് കൺഫ്യൂഷൻ കണ്ടപ്പോൾ അവിടുത്തെ ആൾ വന്നിട്ട് നമുക്കത് പറഞ്ഞു തന്നു. ഇന്ത്യൻ ഐറ്റമാണ് ഇവിടുത്തെ സിഗ്നേച്ചർ ഫുഡ് എന്ന് പറഞ്ഞതും. എന്നിട്ട് അവരെന്നെ സജസ്റ്റ് ചെയ്ത് തന്നു, ഈ ഒരു ഐറ്റം കഴിച്ചോളൂ, ഈ ഒരു ഐറ്റം കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ടേബിളിലുള്ള ഒലിവ് ഓയിലും അതേപോലെ തന്നെ പൊമഗ്രാനൈറ്റ് മൊലാസസ് പോലും ടർക്കിയിൽ നിന്നാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ കംപ്ലീറ്റ് ഒത്തൻറ്റിക് സ്റ്റൈലിലാണ് അവരത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റേൺ ടർക്കിഷ് ഫെയർ ക്യൂസീനാണ് അവരോട് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടെ ബെസ്ബോക്ക് ഷീഷയും വെറൈറ്റീസ് ആയിട്ടുള്ള മോക്ടെയിൽസും. കൊടുക്കുന്ന വെള്ളം പോലും ടർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രീമിയം സ്പാർക്ലിംഗ് നാച്ചുറൽ മിനറൽ വാട്ടറാണ്. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ആദ്യത്തെ 2 സ്റ്റാർട്ടേഴ്സാണ് വന്നിട്ടുള്ളത്. ഇതാണ് ബോയിൽഡ് ഇച്ച്ലി കഫ്റ്റെ. നമ്മൾ കാണാനായിട്ട് ഇവിടുത്തെ കിബ് പോലാണ് ഉണ്ടാവുക. എന്തായാലും അതിൻ്റെ കൂടെ തന്നെ അവരുടെ പീറ്റ ബ്രെഡ്, 2 തരത്തിലുള്ള പീറ്റ ബ്രെഡാണ് ഉള്ളത്. കൂടെ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഒരു സ്റ്റാർട്ടറാണ് ഹുമസ് വിത്ത് മീറ്റ്. ലാം മീറ്റാണ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. ഹുമസിനൊക്കെ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു രക്ഷയില്ല എന്ന് പറയുകയാണെങ്കിൽ
ഒരു രക്ഷയില്ല. അറബിക് കിബേനെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ടർക്കിഷ് സ്റ്റൈൽ ബോയിൽഡ് കിബയാണ്. ഇതിൽ മീറ്റ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിത്ത് ടോസ്റ്റഡ് വാൾനട്ട്, പിന്നെ പാസ്ലി ലീവ് ഉണ്ട്, പിന്നെ പെപ്പർ പേസ്റ്റ് ഉണ്ട്, വേറെ സ്പൈസസും. സംഭവം ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, കഴിച്ച് തന്നെ അറിയാം. എന്തായാലും രണ്ടാമത്തെ പീറ്റ ബ്രെഡ് എടുത്തു. ആദ്യത്തെ പീറ്റ ബ്രെഡിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളതാണ് രണ്ടാമത്തെ പീറ്റ ബ്രെഡും. എന്തായാലും ഹമ്മസ് വിത്ത് മീറ്റിൽ വെറുതെ കഴിച്ചുകൊണ്ടിരുന്നു. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. അതിനുശേഷമാണ് അവരുടെ ഒരാൾക്ക് കഴിക്കാനുള്ള മിക്സഡ് ഗ്രില്ല് വന്നത്. അവരുടെ സ്പെഷ്യൽ സ്പൈസസ് മിക്സ് ചെയ്തിട്ടുള്ള മാരിനേറ്റഡ് ലാം കബാബ്സ്, പിന്നെ ബീഫ് കബാബ്, ലാം ക്യൂബ്സ്, പിന്നെ ചിക്കൻ ഷീഷ് ചാർക്കോൾ ഗ്രിൽഡ് ടിക്ക, കൂടെ ടർക്കിഷ് ബർഗർ, അതായത് ആ ഒരു റൈസ് പോലിരിക്കുന്ന സാധനം, പിന്നെ ഗ്രിൽഡ് ടൊമാറ്റോ, ഓണിയൻ, പിന്നെ അവരുടെ ഓണിയൻ സലാഡ്. ഇതൊക്കെയാണ് ഈ ഒരു മിക്സഡ് പ്ലാറ്ററിൽ ഉള്ളത്. ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്ര നാളും ഞാൻ കഴിച്ച മിക്സഡ് ഗ്രില്ലൊന്നും ഒരു മിക്സഡ് ഗ്രില്ലായിരുന്നേ ഇല്ല. കംപ്ലീറ്റ്ലി ടേസ്റ്റ് ഡിഫറെൻറ്റ്. ഇതാണ് അവരുടെ ഫ്ലേവർ, ഇതാണ് അവരുടെ ഒത്തൻറ്റിക് ഫുഡ്. അത് കഴിച്ച് തന്നെ അറിയണം. നിങ്ങൾ ഇവിടെ പോയിട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റമാണ് അവരുടെ മിക്സഡ് ഗ്രിൽ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത കിടിലൻ ടേസ്റ്റ്. ശരിക്കും സമയമെടുത്ത് വളരെ പതുക്കെയാണ് എല്ലാ ഭക്ഷണങ്ങളും എൻജോയ് ചെയ്ത് കഴിച്ചത്. ആംബിയൻസ് അടിപൊളി. അതിനുശേഷമാണ് അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള മോക്ടെയിൽസ് വന്നത്. ഒന്ന് ദി ഗ്രീൻ ഏഞ്ചൽ, ഇതാണ് ടർക്കിഷ് കൊളാഡ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ മെയിൻ കോഴ്സ് എത്തി. അവരുടെ സെറ കബാബ് അല്ലെങ്കിൽ മീറ്റ് ജാർ എന്ന് പറയുന്ന ഒരു ജാറിൽ മീറ്റും അതേപോലെ തന്നെ ഡൈസ്ഡ് ലാമ്പൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല ചൂട്ടോടുകൂടെ നമ്മൾ ദമ്മാക്കി വെക്കുന്ന പറയില്ലേ, അതേപോലെയാണ് അവരത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അത് അവരങ്ങോട്ട് പൊട്ടിക്കും. നമ്മളുടെ ഫ്രണ്ടിൽ ആ ഒരു സ്പൂൺ വെച്ച് തട്ടി അത് പൊട്ടിച്ചിട്ട് ആ ഒരു പാത്രത്തിലോട്ട് അതോടെ ചൂട്ടോട് ഒഴിക്കുകയാണ്. സൾഫർ പോലത്തെ എന്തോ ഒരു കത്തുന്ന പൊടി താഴെയുണ്ട്, അതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല. അതിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കി നല്ല രസത്തിലാണ് അത് അവർ തരുന്നത്. കിടന്നങ്ങോട്ട് തിളയ്ക്കാണ്. എന്നിട്ട് അവരത് 2 പ്ലേറ്റ് കൊണ്ട് എടുത്തിട്ടാണ് അവർ നമുക്കത് ടേബിളിൽ വെച്ച് കൊണ്ടു തരുന്നത്. നല്ല ചൂടാണ്. മീറ്റ് ക്യൂബ്സ്, വെജിറ്റബിൾ, പിന്നെ അവരുടെ സ്പെഷ്യൽ സോസസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതാണ് അവർ സജസ്റ്റ് ചെയ്ത് തന്നതും. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ആൾക്കാർ മൊത്തം കൂടുന്നതും ഒരുപാട് ലോക്കൽസ് വരുന്നതും കണ്ടത്. ചെന്ന് നോക്കുമ്പോഴുണ്ടാ നമ്മളുടെ ദുബായ് രാജകുമാരൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു ഷോപ്പിൽ ഒരേ സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒരു റോയൽ ഫാമിലിയുടെ കൂടെ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കാം. നമുക്കൊന്നും സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്ത ഒരു സംഭവം. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, അല്ലെങ്കിൽ എല്ലാവരും വിളിക്കുന്ന ഷെയ്ഖ് ഫസയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു അവർ കാണുന്നത്. എന്തായാലും ഒരു കയ്യകലം ദൂരത്തിൽ, ഒന്ന് തൊടാൻ പറ്റുന്ന ദൂരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കാണാമെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ കഴിച്ചതിന് ശേഷം അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ള ഒരു ടർക്കിഷ് ടീയും കൂടിയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എത്രയാണ് പൈസ ആയിട്ടുണ്ടാവുക. ഇതാണ് എനിക്ക് വന്ന ബില്ല്. ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പുറത്തുള്ളൊരു തിരക്കാണ് കാണുന്നത്. 650 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കൂടിയിട്ടും പുറത്ത് ക്യൂ. എനിവേ, ബുറാഖ്, വെൽക്കം ടു ദുബായ്.